എന്തായാലും പ്രതാപേട്ടൻ കാണാതിരുന്ന ഭാഗ്യമായി. കണ്ടിരുന്നെങ്കില് നമുക്ക് ഇങ്ങനെ ഇപ്പോ സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അവളുടെ ഭരണം എങ്ങനെയാ? അംബികയുടെ അംബിക മാത്രല്ലോ, മസാല ദോശയുടെ കൂടെ വടയും ഉണ്ടാവില്ലേ? വടയോ? അതാരാ? മകൻ ദീപക്. അമ്മ എവിടെയുണ്ടോ അവിടെ മകനും ഉണ്ട്. അതാ മസാല ദോശയും വടയും. അമ്മയും മകനും കൂടി ചേർന്ന് ആ വീട്ടിലുള്ളവരെ തകർക്കാൻ ഓരോ പ്ലാൻ ഉണ്ടാക്കും. അത് ഋതിക മേട ഇടപെട്ട് തകർക്കും. ഈയിടെയായിട്ട് അങ്ങനെ അംബികയും മകനും ശരിക്കും നാണം കെട്ടിരിക്കുക. അല്ലമ്മേ, വർമ്മ സാറിന് ജഗന്നാഥൻ എന്നൊരു ഫ്രണ്ട് ഉള്ളതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. എന്റെ കഷ്ടകാല ജീവിതത്തിൽ ഒരു കഥാപാത്രമാ ഈ ജഗന്നാഥേട്ടൻ. വെറും പാവാ. അദ്ദേഹത്തെ ഞാനും ഋതിക മേഡം കൂടി അംബികയുടെ ഒരു തടവറയിൽ കണ്ടിരുന്നു. പോലീസിനെ വിളിച്ചു വരുത്തി ആ മനുഷ്യനെ മോചിപ്പിക്കാൻ ഞങ്ങള് ഒരു ശ്രമവും നടത്തിയതാ. പക്ഷെ പോലീസ് എത്തിയപ്പോഴേക്കും അവര് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. കാലില് വെടിയേറ്റ നിലയില് ഞാൻ ജഗന്നാഥേട്ടനെ കണ്ടിരുന്നു. ഉറപ്പായിട്ടും ജഗന്നാഥേട്ടൻ ഇപ്പോഴും അവളുടെ കസ്റ്റഡി തന്നെ ആയിരിക്കും. അതെന്താമേ അദ്ദേഹത്തെ പിടിച്ചിവര് പൂട്ടിയിട്ടിരിക്കുന്ന? ജഗന്നാഥേട്ടൻ പുറത്തു വന്ന ഇവര് ചമച്ച എല്ലാ കള്ളക്കഥകളും പുറത്തു വരില്ലേ, അതുകൊണ്ടാ. ഞാനൊരു അന്വേഷണം നടത്താം. അംബികയുടെ കസ്റ്റഡിയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തും.